ട്രിഗ്നോമെട്രിയിലുള്ള വളരെ പ്രധാനപ്പെട്ട ചില റിസൾട്ടുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ട്രിഗ്നോമെട്രിയിലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റിസൾട്ടാണ് കോസ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ. ഈ ഒരു റിസൾട്ടിനെ ജോമെട്രിക്കലി നമുക്ക് പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു ചിത്രമാണ് അടുത്ത ശ്രദ്ധിക്കേണ്ടത്. അതിന് വേണ്ടുന്നൊരു ചിത്രം നമുക്ക് നോക്കാം. ഒരു യൂണിറ്റ് സർക്കിൾ ഇവിടെ വരച്ചിട്ടുണ്ട്. ഒരു യൂണിറ്റ് സർക്കിളാണ്. ഇതിൻ്റെ ഒറിജിൻ നമുക്ക് സെൻറ്ററായിട്ട് എടുക്കാം. നമുക്ക് യൂണിറ്റ് സർക്കിളിനെ സെൻറ്റർ ഒറിജിനായിട്ട് എടുക്കുന്നു. റേഡിയസ് യൂണിറ്റ് സർക്കിളാണ്, അപ്പോൾ 1 യൂണിറ്റ് ആയിരിക്കും. അവിടെ എക്സ് ആക്സിൻ്റെ പോസിറ്റീവ് ഡയറക്ഷനിനെ നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമ്മൾ മെഷർ ചെയ്യുന്നു. എക്സ് റേഡിയൻ മെഷർ ചെയ്യുന്നു. അപ്പോൾ സർക്കിളിൽ കിട്ടുന്ന പോയിന്റ് നമുക്ക് P1 എടുക്കാം. അവിടെ നിന്ന് വീണ്ടും y റേഡിയൻ മെഷർ ചെയ്യുന്നു. അപ്പോൾ കിട്ടുന്ന സർക്കിളിൽ കിട്ടുന്ന പോയിൻ്റാണ് P2. ഇനി ആദ്യത്തെ റേ, അതായത് നമ്മൾ OX എന്നുള്ള എക്സ് ആക്സിലുള്ള റേ ആണ്. ആ OXനെ നമുക്ക് OXനെ താഴോട്ടേക്ക്, അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമ്മൾ മെഷർ ചെയ്യുന്നു. താഴോട്ടേക്ക് ആംഗുലർ മെഷർമെൻറ്റ് എടുക്കുന്നത് y താഴോട്ടേക്ക് എടുക്കുന്നു. നമുക്കറിയാം ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മെഷർ ചെയ്യുന്ന ആംഗിൾസൊക്കെ പോസിറ്റീവ് ആയിരിക്കും. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ അത് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇങ്ങോട്ടേക്ക് ഞാൻ y മെഷർ എടുത്തപ്പോൾ ആംഗിളിൻ്റെ റേഡിയൻ എന്തായി? നെഗറ്റീവ് y റേഡിയനായി. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് എക്സ്, വീണ്ടും y മെഷർ ചെയ്തു, ഇങ്ങോട്ടേക്ക് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ y മെഷർ ചെയ്തു. അപ്പോൾ ഇവിടെ നെഗറ്റീവ് y റേഡിയൻ കിട്ടി. അപ്പോൾ ആദ്യം എക്സ് റേഡിയൻ മെഷർ ചെയ്തപ്പോൾ സർക്കിളിൽ കിട്ടുന്ന പോയിൻ്റാണ് P1. വീണ്ടും y മെഷർ ചെയ്തപ്പോൾ കിട്ടിയത് P2. പിന്നെ നെഗറ്റീവ് y നമ്മൾ മെഷർ ചെയ്തപ്പോൾ ആ റേ വന്ന് നിൽക്കുന്നത് P3 എന്ന് പറയുന്ന പോയിന്റിലാണ്, സർക്കിളിൽ മുട്ടുന്നത്. ഇനി നമുക്ക് ഓരോ പോയിന്റിന് കോർഡിനേറ്റ്സ് ഒന്ന് നോക്കാം. എക്സ് റേഡിയൻ മെഷർ ചെയ്തപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണ്, എക്സ് റേഡിയൻ മെഷർ ചെയ്യുമ്പോൾ ആ പോയിന്റിൽ കിട്ടുന്ന കോർഡിനേറ്റ്സ് കോസ് എക്സ് സൈൻ എക്സ് ആയിരിക്കും. ഇനി എക്സ് മെഷർ ചെയ്തിട്ട് വീണ്ടും y മെഷർ ചെയ്തു. അപ്പോൾ ഇവിടെ നിന്ന് ടോട്ടൽ എത്ര മെഷർ ചെയ്തു? എക്സ് പ്ലസ് വൈ മെഷർ ചെയ്തു. അതുകൊണ്ട് തന്നെ P2 എന്ന് പറയുന്ന പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് കോസ് എക്സ് പ്ലസ് വൈ സൈൻ എക്സ് പ്ലസ് വൈ. ഇനി അതേപോലെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ y മെഷർ ചെയ്തപ്പോൾ നെഗറ്റീവ് y റേഡിയൻ കിട്ടി. ആ കിട്ടുന്ന പോയിന്റ് P3 ആണ്. കോസ് നെഗറ്റീവ് y സൈൻ നെഗറ്റീവ് y. ഇനി P4 എന്നുള്ളത് ആക്സിസിൻ്റെ മേലെ നമുക്ക് കിട്ടുന്ന പോയിന്റ് 10, റേഡിയസ് 1 ആണ്. അപ്പോൾ കിട്ടുന്ന പോയിന്റ് 10 ആണ്. ഇനി ഈ ചിത്രത്തിൽ 2 ട്രയാങ്കിൾ നമ്മൾ വരച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ട്രയാങ്കിൾ P1ഉം P3യും കൂടി ജോയിൻ ചെയ്തപ്പോൾ കിട്ടിയ ട്രയാങ്കിളാണ്. രണ്ടാമത്തെ ട്രയാങ്കിൾ P2ഉം P4ഉം കൂടി ജോയിൻ ചെയ്തപ്പോൾ കിട്ടുന്നു. ആ 2 ട്രയാങ്കിളിന് പ്രത്യേകതകളൊന്ന് നോക്കാം. നമുക്ക് ആ ട്രയാങ്കിളിൻ്റെ പേരൊന്നും ഇവിടെ എഴുതാം. O P1 P3. അതുപോലെ ട്രയാങ്കിൾ O P2 P4. O P2 P4. 2 ട്രയാങ്കിൾ കിട്ടുന്നു. ഈ 2 ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആയിരിക്കും. എങ്ങനെയാണ് കോൺഗ്രുവൻ്റ് വരുന്നത് നോക്കാം. കോൺഗ്രുവൻ്റ് എന്ന് പറഞ്ഞാൽ സർവ്വസമമായ ട്രയാങ്കിൾസ് ആയിരിക്കും. എങ്ങനെയാണ് ട്രയാങ്കിൾസ് കോൺഗ്രുവൻ്റ് ആണെന്ന് നമുക്ക് നോക്കാം. അതായത് ഈ ട്രയാങ്കിളിൻ്റെ ഒന്നാമത്തെ ട്രയാങ്കിളിൻ്റെ ആദ്യത്തെ വശം നമുക്ക് എടുക്കാം. OP1. അത് ഏതിനോട് ഈക്വൽ ആയിരിക്കും? OP2നോട് ഈക്വൽ ആയിരിക്കും. രണ്ടും റേഡിയസ് ആണ്. അപ്പോൾ അവിടെ OP1ഉം OP2ഉം ഈക്വലാണ്. അതുപോലെ OP3 ഏതിനോട് ഈക്വൽ ആയിരിക്കും? OP4നോട് ഈക്വൽ, അതും റേഡിയസ് ആണ്. OP4നോട് ഈക്വൽ ആയിരിക്കും. അതുപോലെ ഈ 2 ട്രയാങ്കിളിൻ്റെയും ഈ ഈക്വലായിട്ടുള്ള സൈഡിനിടയിലുള്ള ആംഗിൾ, ഈക്വലായ സൈഡിനിടയിലുള്ള ആംഗിൾ എന്ന് പറയുമ്പോൾ OP1നും OP3ക്കും ഇടയിലുള്ള ആംഗിൾ y പ്ലസ് ഈ സ്മോൾ ആംഗിളാണ്, ഇടയ്ക്കുള്ള ആംഗിൾ. അതേപോലെ ഈ ട്രയാങ്കിളിൻ്റെ
നമ്മളിപ്പം മെഷർ ചെയ്ത് ഈക്വലാന്ന് പറഞ്ഞ സൈഡ്സിൻ്റെ, അതായത് OP4ഉം OP2 എന്ന് പറയുന്ന സൈഡ്സിൻ്റെ ഇടയിലുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ മെഷർ മാത്രം നോക്കിയാൽ മതി. Y പിന്നെ ഈ ചെറിയ ആംഗിൾ, നേരത്തെ കിട്ടിയതും വൈയും ഈ ആംഗിൾ തന്നെയാണ്. അപ്പോൾ ഇടയിലുള്ള ആംഗിൾ ഈക്വലാണ്. അപ്പോൾ രണ്ട് സൈഡും അതിനിടയിലുള്ള ആംഗിൾ ഈക്വൽ ആണെങ്കിൽ SAS കോൺഗ്രുവൻസി. ഇപ്പോൾ ഇവിടെ ട്രയാങ്കിൾ OP1 OP3 ഈസ് കോൺഗ്രുവൻ ടു ട്രയാങ്കിൾ OP2 OP2 P4. അവിടെ OP1 P3 ഈസ് കോൺഗ്രുവൻ ടു ട്രയാങ്കിൾ OP2 P4. അതായത് SAS കോൺഗ്രുവൻസി ഉപയോഗിച്ച് നമുക്കിത് രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആണെന്ന് പറയാം. രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആണെങ്കിൽ SAS പ്രകാരമാണ് നമ്മൾ പറഞ്ഞത് തേർഡ് സൈഡും അപ്പോൾ ഈക്വൽ ആയിരിക്കുമല്ലോ. രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവൻ്റ് ആണെങ്കിൽ ഏതാണ് ഇതിന് തേർഡ് സൈഡ് വരുന്നത്? തേർഡ് സൈഡ് വരുന്നത് P1 P3 P2 P4നോട് ഈക്വൽ ആയിരിക്കും. അതായത് ലെങ്ത് കൂടിയ ഈ സൈഡ് P1 P3 ഏതിനോട് ഈക്വൽ ആയിരിക്കും? P2 P4നോട് ഈക്വൽ ആയിരിക്കും. നമുക്കിങ്ങനെ എഴുതാം, P1 P3 ഈക്വൽ ടു മീൻസ് കോൺഗ്രുവൻ ടു P2 P4നോട് ഈക്വൽ ആയിരിക്കും. ഇനി ഈ രണ്ട് ട്രയാങ്കിളിൻ്റെയും സൈഡ്സ് ഈക്വൽ ആണെന്ന് പറയുമ്പോൾ നമുക്കതിനെ ആ ഒരു ഇക്വേഷൻ്റെ അകത്തുനിന്ന് നമ്മൾ ആവശ്യമുള്ള ഈ കോസ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ ഡിറൈവ് ചെയ്ത് എടുക്കാം. P1 P3 ഈക്വൽ ടു P2 P4. P1 P3 എന്ന് പറയുന്ന ദൂരം, അതായത് സെഗ്മെൻറ്റിൻ്റെ ലെങ്ത്ത് P2 P4നോട് ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ ദൂരത്തിൻ്റെ സ്ക്വയർ P1 P3യുടെ സ്ക്വയർ P2 P3യുടെ P4ൻ്റെ സ്ക്വയറിനോട് ഈക്വൽ ആയിരിക്കും. നമുക്ക് ഈ രണ്ട് സൈഡും സെപ്പറേറ്റ് എടുത്തൊന്ന് സിംപ്ലിഫൈ ചെയ്ത് പിന്നെ ലാസ്റ്റ് സ്റ്റെപ്പിൽ ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് P1 P3 സ്ക്വയർ ഒന്നെടുക്കാം. P1 P3 സ്ക്വയർ, P1 P3 സ്ക്വയർ ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്യുമ്പോൾ കോസ് എക്സ് മൈനസ് കോസ് നെഗറ്റീവ് വൈ ഓൾ സ്ക്വയർ പ്ലസ് സൈൻ എക്സ് മൈനസ് സൈൻ നെഗറ്റീവ് വൈ ഓൾ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് എക്സ് മൈനസ് കോസ് നെഗറ്റീവ് വൈ. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് ആംഗിൾ വരുമ്പോൾ കോസിൻ്റെ വാല്യൂ മാറുന്നില്ല. ദഫോർ ദാറ്റ് ഈസ് കോസ് വൈ ഇറ്റ് സെൽഫ് ഓൾ സ്ക്വയർ പ്ലസ് സൈൻ എക്സ് മൈനസ് സൈൻ നെഗറ്റീവ് വൈ എന്ന് പറയുമ്പോൾ എന്താ മാറ്റം വരിക? നെഗറ്റീവ് സൈൻ വൈ വരും. അപ്പോൾ അത് നെഗറ്റീവ് ഓഫ് നെഗറ്റീവ് എന്താവും? പ്ലസ് സൈൻ വൈ ഓൾ സ്ക്വയർ എന്ന് വരും. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് അവിടെ വെച്ച് നമുക്ക് അടുത്ത റൈറ്റ് സൈഡിലുള്ളത് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ ആദ്യം ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് സ്ക്വയർ എക്സ് എ മൈനസ് ബി ഓൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷൻ ഉപയോഗിക്കാം. കോസ് സ്ക്വയർ എക്സ് മൈനസ് 2 കോസ് എക്സ് കോസ് വൈ പ്ലസ് സൈൻ കോസ് സ്ക്വയർ വൈ കോസ് സ്ക്വയർ വൈ പ്ലസ് സൈൻ എക്സ് പ്ലസ് സൈൻ വൈ ഓൾ സ്ക്വയർ. അപ്പോൾ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് 2 സൈൻ എക്സ് സൈൻ വൈ പ്ലസ് സൈൻ സ്ക്വയർ വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ കോസ് സ്ക്വയർ എക്സും കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ആഡ് ചെയ്താൽ 1 ആണ്. അതേപോലെ കോസ് സ്ക്വയർ വൈയും സൈൻ സ്ക്വയർ വൈയും ആഡ് ചെയ്യുമ്പോഴെന്ത് കിട്ടും? 1 കിട്ടും. അപ്പോൾ 1ഉം ഈ 1ഉം ആഡ് ചെയ്യുമ്പോഴെന്തായി? 2 ആയി. നമുക്ക് 2 എന്ന് എഴുതാം. അതുപോലെ നെഗറ്റീവ് 2 കോസ് എക്സ് കോസ് വൈയും പ്ലസ് 2 സൈൻ എക്സ് സൈൻ വൈയും. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് നെഗറ്റീവ് 2 പുറത്തേക്കെടുത്താൽ കോസ് എക്സ് കോസ് വൈ നെഗറ്റീവ് 2 ആണ് ഞാൻ പുറത്തെടുത്തത്. അപ്പോൾ ഇവിടെ നമുക്ക് പ്ലസ് 2ൽ ഒരു ചിഹ്നം നെഗറ്റീവ് വരും അല്ലേ? അപ്പോൾ മൈനസ് സൈൻ എക്സ് സൈൻ വൈ ഇങ്ങനെ വരും. അപ്പോൾ ഇത് ലെഫ്റ്റ് സൈഡാണ്, അവിടെ നിൽക്കട്ടെ. നമുക്ക് അടുത്ത റൈറ്റ് സൈഡ് എടുക്കാം. P2 P4 സ്ക്വയർ അല്ലേ? P2 P4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 മൈനസ് കോസ്
എക്സ് പ്ലസ് വൈ, അതായത് P2ൻ്റെ എക്സ് കോർഡിനേറ്റ് മൈനസ് P4ൻ്റെ എക്സ് കോർഡിനേറ്റ് ഹോൾ സ്ക്വയർ പ്ലസ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ. അപ്പോൾ P4ൻ്റെത് 1 മൈനസ് P2ൻ്റെത് കോസ് എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ പ്ലസ് ഇനി y കോർഡിനേറ്റ് P4ൻ്റെ y കോർഡിനേറ്റ് 0 മൈനസ് P2ൻ്റെ y കോർഡിനേറ്റ് സൈൻ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ. അടുത്ത സ്റ്റെപ്പിൽ നമുക്കതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. 1 മൈനസ് 2 കോസ് എക്സ് പ്ലസ് വൈ പ്ലസ് കോസ് സ്ക്വയർ എക്സ് പ്ലസ് വൈ പ്ലസ് സൈൻ 0 മൈനസ് സൈൻ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ. അപ്പോൾ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് വൈ. ഇവിടെയും നമുക്ക് ഒരു 1 ഇവിടെ ഉണ്ട്. കോസ് സ്ക്വയർ എക്സ് പ്ലസ് വൈയും സൈൻ സ്ക്വയർ എക്സ് പ്ലസ് വൈയും ഒരേ ആംഗിളാണ്. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് 1 ആണ്. അപ്പോൾ അതും 1 ആണ്. ആദ്യം ഒരു 1 ഇവിടെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ 1 പ്ലസ് 1 എന്തായി 2. അപ്പോൾ നമുക്ക് എഴുതാം 2 മൈനസ് 2 കോസ് എക്സ് പ്ലസ് വൈ. ഇത് റൈറ്റ് സൈഡ് രണ്ട് ഈക്വലാണ്. P1 P3 സ്ക്വയർ നമ്മൾ നേരത്തെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് P1 P3 സ്ക്വയർ എന്ന് പറയുന്നത് ഇതാണ്. ഇനി P2 P4ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ് 2 മൈനസ് 2 കോസ് എക്സ് പ്ലസ് വൈ. അപ്പോൾ ഇവിടെ ഇത് രണ്ട് ഈക്വൽ ആകുമ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് രണ്ടും ഇക്വേറ്റ് ചെയ്തിട്ട് എഴുതാം. അതായത് 2 മൈനസ് 2 കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ, അതായത് P1 P3 സ്ക്വയർ ആണ് നമുക്കിത് കിട്ടിയത്, ഈക്വൽ ടു 2 മൈനസ് 2 കോസ് എക്സ് പ്ലസ്. ഈ രണ്ട് സൈഡിലും 2 സബ്ട്രാക്ട് ചെയ്താൽ ആ 2നെ നമുക്ക് ഒഴിവാക്കാം. ഇനി നെഗറ്റീവ് 2 കോസ് എക്സ് പ്ലസ് വൈ കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ ഏതിനോട് ഈക്വലാണ് നെഗറ്റീവ് 2 കോസ് എക്സ് പ്ലസ് വൈയോട് ഈക്വലാണ്. ഇപ്പോൾ രണ്ട് ഭാഗത്തും നെഗറ്റീവ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നെഗറ്റീവ് 2 ഒഴിവായി. നമുക്ക് കിട്ടിയത് എന്താണ് കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ ഏതിനോട് ഈക്വലാണ് കോസ് എക്സ് പ്ലസ് വൈയോട് ഈക്വലാണ്. നമ്മളതാണ് പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിച്ച റിസൾട്ട്. കോസ് എക്സ് പ്ലസ് വൈ ഞാൻ റൈറ്റ് സൈഡിലുള്ളത് ലെഫ്റ്റിലേക്കാക്കി എഴുതുന്നു. കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ എന്ന് എഴുതാം. അപ്പോൾ ഈ ഒരു റിസൾട്ട് ഓർത്ത് വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ്. ഈ റിസൾട്ടിനകത്ത് നിന്ന് നമ്മൾ കുറേ റിസൾട്ട്സ് ഇങ്ങനെ ഡെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരും ഈ ഒരു റിസൾട്ട് ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് നന്നായിട്ട് ചിത്രം വരച്ച് നീറ്റായിട്ട് പഠിക്കാം. ഇനി ഇതിനകത്തുനിന്ന് വരുന്ന മറ്റ് റിസൾട്ടുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള ഈ റിസൾട്ട് കോസ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ ഇത് കിട്ടിയിട്ടുണ്ട്. അവിടെ നമ്മൾ എക്സിന് പകരം എക്സും വൈയും ഒക്കെ രണ്ട് റേഡിയൻ മെഷേഴ്സാണ്. ഏത് രണ്ട് റേഡിയൻ മെഷേഴ്സിന് ഈ റിസൾട്ട് കറക്റ്റായിരിക്കും. നമ്മൾ വൈക്ക് പകരം നെഗറ്റീവ് വൈ എന്നുള്ള ആംഗിൾ റീപ്ലേസ് ചെയ്താൽ എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. അപ്പോൾ എന്താ എഴുതുക റീപ്ലേസിങ് വൈ ബൈ നെഗറ്റീവ് വൈ. അപ്പം നമ്മൾ റേഡിയൻ മെഷർ നെഗറ്റീവ് വൈ ആണെന്ന് വിചാരിക്കുക ഈ വൈക്ക് പകരം. അപ്പോൾ കിട്ടുന്ന എന്താണ് നോക്ക് കോസ് എക്സ് പ്ലസ് നെഗറ്റീവ് വൈ ഈക്വൽ ടു കോസ് എക്സ് കോസ് നെഗറ്റീവ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ നെഗറ്റീവ് വൈ. അപ്പോൾ ആ റിസൾട്ടിൽ വരുന്ന മാറ്റം നോക്കാം. കോസ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ നെഗറ്റീവ് വൈ നെഗറ്റീവ് സൈൻ വൈ ആണ്.
ആ നെഗറ്റീവും നമുക്കിപ്പോൾ ഇവിടെ ഓൾറെഡി ഉള്ള നെഗറ്റീവും കൂടി എന്തായി മാറും? പോസിറ്റീവായിട്ട് മാറും. സൈൻ എക്സ് സൈൻ വൈ. അപ്പോൾ പുതിയ റിസൾട്ട്, മറ്റൊരു റിസൾട്ട് നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. കോസ് എക്സ് പ്ലസ് വൈയും കോസ് എക്സ് മൈനസ് വൈ. രണ്ട് റിസൾട്ടായി. കോസ് എക്സ് പ്ലസ് വൈ നമ്മൾ ആദ്യമേ തുടങ്ങി വെച്ച റിസൾട്ട് ഇതാണ്, കോസ് എക്സ് പ്ലസ് വൈ. രണ്ടാമത്തെ റിസൾട്ട് കോസ് എക്സ് മൈനസ് വൈ. ഇത് രണ്ടിനും വ്യത്യാസം മനസ്സിലാക്കി പഠിക്കുക. എക്സ് പ്ലസ് വൈ ആകുമ്പോൾ നടുക്ക് മൈനസ് ആണ്, എക്സ് മൈനസ് വൈ ആകുമ്പോൾ നടുക്ക് എന്താണ്? പ്ലസ് ആണ്. അത് ഓർത്ത് വെക്കുക. ഇനി നമ്മൾ അടുത്ത ഒരു റിസൾട്ട് ഡിറൈവ് ചെയ്യുന്നത് നമുക്കിപ്പോൾ കിട്ടിയ റിസൾട്ടിൽ നിന്ന്, അതായത് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള റിസൾട്ട് ഏതാണ്? കോസ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു കോസ് എക്സ് കോസ് വൈ മൈനസ് അല്ല പ്ലസ് അല്ലേ? നടുക്ക് മൈനസ് ആകുമ്പോൾ ഇവിടെ മൈനസ് ആകുമ്പോൾ ഇവിടെ പ്ലസ് ആ വരേണ്ട. പ്ലസ് സൈൻ എക്സ് സൈൻ വൈ. ഇവിടെ ഞാൻ എക്സിന് പകരം π/2 എന്ന് റീപ്ലേസ് ചെയ്യുന്നു, വൈക്ക് പകരം എക്സും കൊടുക്കുന്നു. അതായത് റീപ്ലേസിങ് എക്സ് ബൈ π/2 ആൻഡ് വൈ ബൈ എക്സ്. അപ്പോൾ എന്താ ലെഫ്റ്റിൽ വരിക? കോസ് എക്സിന് പകരം π/2, അപ്പോൾ π/2, വൈക്ക് പകരം എക്സ്, π/2 മൈനസ് എക്സ് ഈക്വൽ ടു കോസ് π/2 കോസ് എക്സ് പ്ലസ് സൈൻ π/2 സൈൻ എക്സ്. കോസ് π/2 വാല്യൂ 0 ആണ്, അപ്പോൾ 0 ഇൻറ്റു കോസ് എക്സ് പ്ലസ് സൈൻ π/2 വാല്യൂ 1 ആണ്, 1 ഇൻറ്റു സൈൻ എക്സ്. നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് കോസ് π/2 മൈനസ് എക്സ് എന്നുള്ള വാല്യൂ റൈറ്റിൽ ഏത് വാല്യൂടെ ഈക്വൽ ആയിരിക്കും നോക്ക്? ഇത് 0 ആയിപ്പോയല്ലോ. 1 ഇൻറ്റു സൈൻ എക്സ് സൈൻ എക്സ്. നമുക്ക് കിട്ടിയത് സൈൻ എക്സ്. അപ്പോൾ കോസ് π/2 മൈനസ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ്. ഇനി അടുത്ത ഒരു റിസൾട്ടും കൂടി നമുക്ക് നോക്കാം. ഒന്നുകൂടി നോക്കാം. സൈൻ π/2 മൈനസ് എക്സ് അല്ലേ? നമുക്കതെന്താണ് വരിക നോക്കാം. സൈൻ π/2 മൈനസ് എക്സ് എങ്ങനെ എഴുതാം? നമ്മൾ പറഞ്ഞു കോസ്, ഇപ്പം നേരത്തെ റിസൾട്ട് ചെയ്തത് കണ്ടുപിടിച്ചത് π/2 മൈനസ് എക്സ് എന്താണ്? സൈൻ എക്സ് ആണെന്ന് പറഞ്ഞു അല്ലേ? ഇനി ഈ എക്സിന് പകരം π/2 മൈനസ് എക്സ് കൊടുത്താൽ ലെഫ്റ്റിൽ എങ്ങനെയാണ് വരിക? അതായത് ഇവിടെ ഞാൻ എക്സ് എന്നുള്ളതിന് പകരം π/2 മൈനസ് എക്സ് എന്ന് കൊടുക്കുന്നു. അപ്പോൾ സൈൻ π/2 മൈനസ് എക്സ് എന്ത് വരും? ഇവിടെ നോക്കുക, കോസ് അല്ലേ? കോസ് π/2 മൈനസ് π/2 മൈനസ് എക്സ് അല്ലേ? എക്സിന് പകരം π/2 മൈനസ് എക്സ് ആ റിസൾട്ടിൽ കൊടുത്താൽ ഇങ്ങനെ കിട്ടുക. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? കോസ് എക്സ് ആണ്. അപ്പോൾ സൈൻ π/2 മൈനസ് എക്സ് എന്തായിട്ട് കിട്ടും? കോസ് എക്സ് ആയിട്ട് കിട്ടും. മറ്റൊരു റിസൾട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ഡിറൈവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ആ ആദ്യത്തെ ഒരു റിസൾട്ട് ജോമെട്രിക്കലി പ്രൂവ് ചെയ്തതിൽ നിന്നും നമുക്ക് ഡെഡ്യൂസ് ചെയ്യുന്ന റിസൾട്ട്സാണ് ഇപ്പം നമ്മൾ എഴുതിക്കൊണ്ടേ ഇരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഓർത്ത് വെക്കേണ്ട, ഇപ്പം നമ്മൾ പറഞ്ഞ റിസൾട്ട്സിനെ ഞാൻ ഒന്ന് ബ്രീഫ് ചെയ്യാം. എങ്ങനെ നമ്മൾ പഠിച്ച റിസൾട്ട്സാണ് ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച റിസൾട്ട്സ്. ഞാനൊന്ന് റിസൾട്ട്സ് മാത്രം ഒന്ന് എടുത്തെഴുതാം. ഒന്നാമത്തത് കോസ് എക്സ് പ്ലസ് വൈ അല്ലേ? എന്താണ് വരിക? കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ. അടുത്തത് കോസ് എക്സ് മൈനസ് വൈ. എന്താ കിട്ടിയത്? കോസ് എക്സ് കോസ് വൈ, നടുക്കെന്ത് വരും? പ്ലസ് സൈൻ എക്സ് സൈൻ വൈ. പിന്നെ നമ്മൾ ഈ രണ്ട് റിസൾട്ടിനകത്തു നിന്നും റെഡ്യൂസ് ചെയ്ത റിസൾട്ട്സാണ്. കോസ് π/2 മൈനസ് എക്സ് എന്തായിരിക്കും? സൈൻ എക്സ് ആയിരിക്കും. സൈൻ π/2 മൈനസ് എക്സ് എന്തായിരിക്കും? കോസ് എക്സ് ആയിരിക്കും. ഇത് ഓരോ ക്ലാസ്സിലും നമ്മൾ ഡിറൈവ് ചെയ്ത് വെക്കുന്ന റിസൾട്ട്സിനെ ഒന്ന് നിങ്ങൾ ഓർത്ത് വെക്കാൻ ശ്രമിക്കുക. അത് ബൈ ഹാർട്ട് തന്നെ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി ക്വസ്റ്റ്യൻസ് വരുമ്പോൾ
പെട്ടെന്ന് ആ പ്രോബ്ലത്തിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ സെക്കൻഡ് ഇയേഴ്സിലാവുമ്പോൾ എത്ര കാലം നമ്മൾ മാത്സ് പഠിക്കുന്നു അത്രത്തോളം കാലം നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള റിസൾട്ട്സാണ് ഇതൊക്കെ തന്നെ. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഓരോ ക്ലാസ്സിലും കുറച്ചായിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ ഇത് ആദ്യത്തെ ക്ലാസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന റിസൾട്ട്സാണ് ഇതൊക്കെ. ഇത് പ്രത്യേകം ബോക്സിൽ വരച്ച് നോട്ട് ബുക്കിൽ എഴുതണം.